കോഴിക്കോട് NITയിൽ ഒരു സംഘർഷാവസ്ഥയുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തുവരികയാണ്. ഇപ്പോൾ സമരം ചെയ്യുന്ന തൊഴിലാളികളും പുതുതായി ജോലിക്ക് ഇന്റർവ്യൂവിന് വന്നവരും തമ്മിലുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്നാണ് അവിടെ സംഘർഷാവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നത്. സമരസമിതിയുടെ 2 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ NITയിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുന്നു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് സൂര്യ സുജി ചേരുന്നു. സൂര്യ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ അവിടെ രൂപപ്പെട്ടത്? എന്താണ് കാരണം? ലക്ഷ്മി, NITയിലെ പഴയ ജീവനക്കാർ, അതായത് അവിടെ ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഇടപെടുന്നുണ്ട്. അവിടെ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. സമരം ചെയ്യുന്ന തൊഴിലാളികൾ, സമരം ചെയ്യുന്ന അവിടുത്തെ NITയിലെ ജീവനക്കാരും പുതുതായി ഇന്റർവ്യൂവിന് വന്ന ഉദ്യോഗാർത്ഥികളും തമ്മിലാണ് വാക്ക് തർക്കം ഉണ്ടായത്. സമരസമിതിയുടെ 2 പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. NITയിലെ പഴയ ജീവനക്കാർ, അതായത് ജീവനക്കാർ, ഡ്രൈവർമാർ, സാനിറ്ററി ജീവനക്കാർ, ഇവരെ പുറത്താക്കി പുതിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ജീവനക്കാരെ വലിയ തുകയിൽ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി NITയിൽ ഈ തൊഴിലാളി സമരം നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ തൊഴിലാളികൾ ഈ സമരപ്പന്തൽ കെട്ടി അവിടെ പ്രതിഷേധം ആരംഭിച്ചിരുന്നത്. ഇന്ന് ആ തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കുന്നമംഗലം കോൺഗ്രസ് മണ്ഡലത്തിന്റെ നേതൃത്വത്തിലാണ് ഇനിയൊരു സമരം NITയിലേക്ക് നടക്കുന്നത്. ഈ തൊഴിലാളികളെ പിരിച്ചുവിടുന്ന ഈ അധികൃതരുടെ നയം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കോൺഗ്രസ് പ്രവർത്തകർ NITയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഈ മാർച്ചിലാണ് ഇപ്പോൾ ഈ ഒരു സംഘർഷം നടന്നിട്ടുള്ളത്. ഈ കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാം തന്നെ ഈ പോലീസ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും സമരം തുടരും എന്ന് തന്നെയാണ് തൊഴിലാളികൾ പറയുന്നത്. കാരണം ഇവർക്ക് ഇതല്ലാതെ മറ്റൊരു ജോലി ഇനി ചെയ്യാനാവില്ല. കാരണം വർഷങ്ങളായി ഈ NITയിൽ ജോലി ചെയ്ത് വരുന്നവരാണ്. 170ഓളം സെക്യൂരിറ്റി ജീവനക്കാരും 13ഓളം ഡ്രൈവർമാരും 170ഓളം തന്നെ സാനിറ്റേഷൻ തൊഴിലാളികളുമാണ് ഇവിടെ ഉള്ളത്. ഇവരെ ഒന്നടങ്കം പിരിച്ചുവിടാനാണ് ഇപ്പോൾ അധികൃതർ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പുതിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പണം വാങ്ങി പുതിയ ജീവനക്കാരെ നിയമിക്കുക എന്നതാണ് അധികൃതരുടെ തീരുമാനം. ഇന്ന് ഇന്റർവ്യൂവിന് വന്ന ആളുകളുമായി തൊഴിലാളികൾ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പോലീസ് ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഈ പോലീസും ഈ തൊഴിലാളികളും തമ്മിൽ ഇപ്പോഴും ഈ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ തൊഴിലാളികളെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ കോൺഗ്രസ് നേതാക്കൾ NITയിലേക്ക് മാർച്ച് നടത്തിയപ്പോഴാണ് ഈ സംഘർഷമുണ്ടായത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. ഈ സംഘർഷ സാധ്യത മനസ്സിലാക്കി കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ സാഹചര്യവുമുണ്ട്. ലക്ഷ്മി, കോഴിക്കോട് NITയിലാണ് സംഘർഷാവസ്ഥ ഉണ്ടായിരിക്കുന്നത്. സമരം ചെയ്യുന്ന അവിടുത്തെ തൊഴിലാളികളും കരാർ തൊഴിലാളികളും പുതുതായി ഇന്റർവ്യൂവിന് വന്നവരും തമ്മിലുണ്ടായ വാക്ക് തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഈ കരാർ തൊഴിലാളികളെ സമരം ചെയ്യുന്നവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് കോൺഗ്രസ് അവിടെ മാർച്ച് നടത്തുന്നുണ്ട്. സൂര്യ സുജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.